കിരൺ ബാബു ഉണ്ട്. കിരൺ, സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന, അതായത് NDA ഇതര BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് അത് രണ്ട് തരത്തിലുള്ള നയങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. BJP ഭരിക്കുന്ന 17ഓളം സംസ്ഥാനങ്ങൾക്ക് ഒരു നയം, മറുവശത്ത് മറ്റു സംസ്ഥാനങ്ങളെ ഞെരുക്കുന്നു, സാമ്പത്തികമായി ഫെഡറലിസം തകർക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നു. എത്രത്തോളം വസ്തുതാപരമാണ് ഈ ആരോപണം? സാമ്പത്തിക വിദഗ്ധരടക്കം ഇതിന് രണ്ട് വശങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് സമരത്തിന് നിർമ്മലാ സീതാരാമൻ നൽകിയ മറുപടിയുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ഇതെങ്ങനെ പ്രതിഫലിക്കുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ? രഞ്ജിത്ത്, ഇത് ഇന്ന് പൊടുന്നനെ തുടങ്ങിയ ഒരു വിഷയമല്ല. കഴിഞ്ഞ കുറേ കാലമായി തന്നെ NDA ഇതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ വിഷയം ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പ്രധാനമായും ഇത്തരം സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇത്തരം ഒരു പൊതു സമര മുഖത്തേക്ക് ഉയരുന്നത്. അപ്പോഴും ഒരു യോജിച്ച സമരത്തിനൊന്നും കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇന്നലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലും DK ശിവകുമാറിന്റെ നേതൃത്വത്തിലും അവിടെ സമരം നടന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നു. ആ സമരത്തിലേക്ക് ഡൽഹി മുഖ്യമന്ത്രിയും കെജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും ഒക്കെ എത്തുന്നു. DMKയുടെ പ്രതിനിധികളെത്തുന്നു. സമാനമായ രീതിയിൽ 2 മാസം മുമ്പ് മമതാ ബാനർജി കൽക്കത്തയിൽ 48 മണിക്കൂർ ധർണ നടത്തുന്നു. അങ്ങനെ NDA ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരം സംസ്ഥാനങ്ങൾക്ക് മേൽ സാമ്പത്തികമായി അവരെ ഞെരുക്കുകയാണ്, അവരെ പീഡിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ NDA ഭരിക്കുന്ന 17 സംസ്ഥാനങ്ങൾക്ക് ലാളനം ലഭിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പീഡനം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്ന കണക്കുകൾ. അത് കണക്കിൻ്റെ വശത്ത് നോക്കിയാൽ കണക്ക് ചിലർ സംസ്ഥാനങ്ങൾ ശതമാന കണക്ക് ഉയർത്തിക്കൊണ്ട് പറയുന്നു. കേന്ദ്ര സർക്കാർ തുക ഉയർത്തിക്കൊണ്ട് സ്വാഭാവികമായും തുകയിലുണ്ടാകുന്ന വർധനവ് ചൂണ്ടിക്കാണിക്കുന്നു. കണക്കുകൾ വ്യത്യസ്തമായ കണക്കുകളിലൊക്കെ പല പാർട്ടികളുടെ കേന്ദ്ര സർക്കാരിൻ്റെ കണക്കിലും സംസ്ഥാന സർക്കാരുകളുടെ കണക്കുകളും ഒക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ കേരളം പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ വിഷയമായത് കേരളത്തിൻ്റെ ഒരു കടം എടുപ്പ് പരിധി എന്ന് നിശ്ചയിക്കുന്നത് 15ാം ധനകാര്യ കമ്മിറ്റിൻ്റെ ശുപാർശ പ്രകാരം കേരളത്തിൻ്റെ ആഭ്യന്തര വരുമാനത്തിൻ്റെ 3% നിബന്ധനകളില്ലാതെ നമുക്ക് കടമെടുക്കാം. അതോടൊപ്പം തന്നെ വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന് വേണ്ടി 0.5%, 0.5%, അങ്ങനെ 3.5% കടമെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ അത് ഈ രാജ്യസഭയും ലോക്സഭയും രാഷ്ട്രപതിയും എല്ലാം അംഗീകരിച്ചാണ് എന്നുണ്ട്. പക്ഷേ അവിടേക്ക് പിന്നീട് ഒരു എക്സിക്യൂട്ടീവ് തീരുമാനത്തിലൂടെ വന്നത് കേരളം ഈ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്താതെ മറ്റൊരു വികസന മാതൃകയായി അവതരിപ്പിച്ച കിഫ്ബിയിലൂടെയുള്ളത്. കിഫ്ബിയുടെ വിഷയം വരുമ്പോൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ ഈ ഹൈവേ വികസനത്തിനടക്കം കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെയുള്ള ചെറിയ തുക കൊടുത്ത് കേരളത്തിൽ ഭൂമി കിട്ടില്ല. ഏറ്റവും കൂടുതൽ രാജ്യത്ത് വില കൊടുത്ത് ഭൂമി വാങ്ങേണ്ടി വരുന്ന കേരളത്തിലാണ്. അവിടെ ഭൂമി വാങ്ങുന്നതിനടക്കമായാലും അല്ലെങ്കിൽ കേരളത്തിലെ റോഡുകൾ നിർമ്മിക്കുന്നതിനും സ്കൂളുകൾ നിർമ്മിക്കുന്നതിനും ആശുപത്രി കെട്ടിടങ്ങളടക്കം നിർമ്മിക്കുന്നതെല്ലാം കിഫ്ബി ഫണ്ട് വരുന്നത്. അതുപോലെ സാമൂഹിക സുരക്ഷാ ഫണ്ട് ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന രീതിയിൽ സാമൂഹിക സുരക്ഷാ ഫണ്ട് അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിനുവേണ്ടി ഉപയോഗിച്ച പ്രത്യേക ബോർഡ്. ഇങ്ങനെ ഈ രണ്ട് ബോർഡിലും എടുത്ത കിഫ്ബിയിൽ എടുത്തതായാലും അല്ലെങ്കിൽ പെൻഷൻ ബോർഡിൽ എടുത്തതായാലും ഈ രണ്ട് ഭാഗത്തിലും എടുത്ത കടത്തെ സംസ്ഥാനത്തിൻ്റെ കടപരിധിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് അത് മുൻകാല പ്രാബല്യത്തോടു കൂടി കൊണ്ടുവരുന്നത്. അതാണ് കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ വല്ലാത്ത രീതിയിലുള്ള കുറവ് ഉണ്ടാകും. പ്രധാനമായും കേരളം പല കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ വർഷം തന്നെ 6000 കോടി, മുൻ വർഷത്തിലെ 12000 കോടി അടക്കമുള്ള കണക്കുകളും കിട്ടേണ്ട കണക്കുകളൊക്കെ പറയുന്നു. അത് ഒരു ഭാഗത്ത് കേരളത്തിൻ്റെ വാദം ഉന്നയിക്കുന്നു. കേന്ദ്രം പറയുന്നത് അങ്ങനെയല്ല, ഇത് ഈ കിഫ്ബി ആയാലും കേരളം എടുത്ത കടമാണ്, അല്ലെങ്കിൽ കേരളത്തിൽ സർക്കാരിൻ്റെ നികുതി വിഹിതം നൽകുന്നതാണ് കിഫ്ബിക്ക്, അതുകൊണ്ട് ആ കടത്തെ കൂടി പരിധിയിൽ കൊണ്ടുവരണം എന്നൊക്കെയുള്ള രാഷ്ട്രീയം ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായി കേരളം ചൂണ്ടിക്കാണിക്കുന്നത് ചില BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക്, ഇപ്പോൾ ഉദാഹരണമായി ഉത്തർപ്രദേശിൻ്റെ വിഷയം തന്നെ എടുത്താൽ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിന് ലഭിക്കുന്ന ആകെ ഇപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് അവിടെ തുക കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നത് ധനകാര്യ കമ്മീഷന്റെ കണക്കാണ്. ഉത്തർപ്രദേശുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിന് പറഞ്ഞ പ്രധാനപ്പെട്ട ലാളനയും പീഡനവും കേന്ദ്രത്തിന് രണ്ട് നയമവും ചോദിക്കുമ്പോൾ പറയുന്ന കിരൺ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് ഈ പോപ്പുലേഷൻ അനുസരിച്ചാണ് ഈ പണം അനുവദിക്കുന്നത്, വിഹിതം അനുവദിക്കുന്നത്. ഇവിടെ നമ്മൾ പോപ്പുലേഷൻ കൺട്രോൾ ശക്തമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ്. അതിൻ്റെ ഭാഗമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. UPയിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നില്ല. 17% UPക്ക് ഇതുമായി ബന്ധപ്പെട്ട വിഹിതം കിട്ടുന്ന സാഹചര്യം. ധനകാര്യ കമ്മീഷൻ നടപ്പിലാക്കുന്ന സമ്പ്രദായമാണ്. അതിൽ കേന്ദ്രം എങ്ങനെ ഇടപെടുന്നു എന്നുള്ള ചോദ്യമാണ് തുടർച്ചയായി കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും ഒക്കെ പാർലമെന്റിലടക്കം ഉന്നയിക്കുന്നത്. അവിടെയാണ് രഞ്ജിത്ത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഉത്തർപ്രദേശിന്റെ നികുതി വിഹിതം എന്ന് പറഞ്ഞാൽ 17.939% നികുതി വിഹിതം വരുന്നത്. കേരളത്തിനാട്ടെ 1.92%. കേരളത്തെക്കാൾ എത്രയോ മടങ്ങ് ജനസംഖ്യയുള്ള സംസ്ഥാനമാണ്. നേരത്തെ 1971 കണക്കായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ 2011 സെൻസസിന്റെ ആണ് എടുക്കുന്നത്. അവിടെയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞ വിഷയം പ്രധാനമാകുന്നത്. കേരളം അന്നാണ്, അതിനുശേഷമാണ് 71 കണക്കെടുത്തതിന് ശേഷം കണക്ക് മാറ്റാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ അതിശക്തമായ രീതിയിലേക്ക് ജനസംഖ്യാ നിയന്ത്രണം, ഇന്ത്യ
ജനസംഖ്യയിൽ കുതിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ആളുകൾ ഇങ്ങനെ വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യം ദാരിദ്ര്യത്തിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് അതിശക്തമായ രീതിയിലേക്ക് ജനസംഖ്യ നിയന്ത്രണം നടപ്പാക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരുന്നു. കേരളം അത് ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജനസംഖ്യ കാര്യമായി ഉയർന്നില്ല. പക്ഷേ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത് അങ്ങനെ ഒരു ജനസംഖ്യാ നിയന്ത്രണം, അത് BJP ഇപ്പോൾ ഭരിച്ചപ്പോൾ മാത്രമല്ല, മുമ്പ് SP ഭരിച്ചപ്പോഴും BSP ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഒന്നും അവിടെ അങ്ങനെ ഒരു ജനസംഖ്യാ നിയന്ത്രണം ഒന്നും നടപ്പായിട്ടില്ല. അവിടെ ജനസംഖ്യ കുതിച്ചു ചാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ കുതിച്ചാട്ടം ഉണ്ടെങ്കിൽ പോലും അവിടെ അതനുസരിച്ചുള്ള വർധനമല്ല ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വന്നത്. ഇത് 2011 കണക്കെടുത്താൽ തന്നെ UP-യിൽ ഇത് 19.98 കോടിയാണ് UP-യിലെ ജനസംഖ്യ വരുന്നത്. കേരളത്തിലെ അന്ന് 3.34 കോടിയായിരുന്നു. ആ ഒരു കണക്കെടുത്താൽ കേരളത്തിൻ്റെ ഏകദേശം 6 ഇരട്ടിയാണ് UP-യിലെ ജനസംഖ്യ 2011 കണക്കനുസരിച്ച്. അപ്പോൾ കേരളത്തിന് കിട്ടുന്നതിൻ്റെ, കേരളത്തിന് 1 രൂപ കിട്ടിയാൽ 6 രൂപ കിട്ടാൻ സ്വാഭാവികമായി അവർക്ക് അർഹതയുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നോക്ക സംസ്ഥാനം എന്നതിലേക്ക് അത് കുറച്ചുകൂടി അധികം കൊടുക്കാം. പക്ഷേ 9 ഇരട്ടിയാണ്, ഏകദേശം 1/3 തുക കൂടി അധികമാണ് ഈ സംസ്ഥാനത്തിന് UP-ക്ക് നൽകുന്നത്. UP-യിൽ ഇനി പുതിയ കണക്കൊക്കെ വന്നാൽ, ഏറ്റവും പുതിയ കണക്കൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ UP-യിലെ ജനസംഖ്യ 24.14 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ ഈ 3.94 എന്ന് പറയുന്നത് 3.46 കോടിയായിട്ട് മാത്രമേ കൂടിയിട്ടുള്ളൂ. അത് ഏകദേശം 7 ലക്ഷം 8 ലക്ഷത്തിനടുത്ത് വർധനമാണ് കേരളത്തിൽ വന്നെങ്കിൽ, കോടികളുടെ വർധനമാണ് UP-യിൽ ഈ ജനസംഖ്യാ നിരക്കിൽ. ഇപ്പോഴും അവിടെ ആ ജനസംഖ്യാ നിയന്ത്രണം ഒന്നും നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. ഈ അസമത്വം കേരളം ഫലപ്രദമായ രീതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു വിഷയം നടപ്പാക്കിയതിൻ്റെ പേരിലുള്ള അസമത്വമാണ്. അത് കേരളത്തിൻ്റെ വിഷയം. ഇത് കേരളത്തിൻ്റെ മാത്രം വിഷയമല്ല, സമാനമായ വിഷയം ഉയർത്തിക്കാണിക്കുന്നുണ്ട്. തമിഴ്നാടായാലും കർണാടകയായാലും തെലുങ്കാനയായാലും എല്ലാം ഈ വിഷയം ഉയർത്തി കാണിക്കുന്നു. ഇങ്ങനെ ഉയർത്തി കാണിക്കുമ്പോൾ ഇതിനകത്ത് പ്രധാന രാഷ്ട്രീയമാണ് നമ്മൾ ഇതിനെ പരിശോധിക്കേണ്ടത്. അതായത് നമുക്ക് ഈ കണക്കുകളുടെ ഒരു സാങ്കേതികത്വം അത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അതിൻ്റെതായ പോളിസികളുണ്ട്. കലാകാലങ്ങളായി തുടർന്ന് വരുന്ന കേന്ദ്ര സർക്കാരുകൾ, ധനകാര്യ കമ്മീഷനൊക്കെ കൊണ്ടുവരുന്ന പ്രത്യേക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഡൽഹി സമരത്തിലേക്കൊന്ന് തിരിച്ചു പോകണം. കാരണം അവിടെ കോൺഗ്രസിൻ്റെ കർണാടക ഘടകം, കർണാടക മുഖ്യമന്ത്രി അടക്കം നടത്തിയൊരു സമരത്തിൽ പങ്കെടുക്കാതിരുന്ന പലരും ഡൽഹിയിൽ ഈ CPM വിളിച്ച സമരത്തിൽ, CPM മുഖ്യമന്ത്രി പങ്കെടുത്ത, CPM മന്ത്രിമാർ പങ്കെടുത്ത സമരത്തിൽ അതിൻ്റെ ഭാഗമായി എന്നുള്ളതാണ് പ്രധാനം. അതായത് നമുക്കറിയാം, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കൊപ്പം CPI ജനറൽ സെക്രട്ടറി D രാജയ്ക്കൊപ്പം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ടു. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇതുമായി ബന്ധപ്പെട്ട് വേദി പങ്കിട്ട പശ്ചാത്തലമുണ്ട്. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള ഈ സമരത്തിൻ്റെ ഭാഗമായി, മന്ത്രി തമിഴ്നാട് IT മന്ത്രി, അവിടുത്തെ DMK-യുടെ പ്രമുഖ നേതാവ് പളനിവേൽ ത്യാഗരാജൻ കറുത്ത വസ്ത്രം ധരിച്ച് ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെ ദില്ലി സമരത്തിനെ മറ്റൊരു മുഖമാക്കാൻ, ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മുഖമാക്കാൻ സാധിച്ചു പിണറായി വിജയന് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അവിടെ നമുക്കറിയാം, ജോൺ ബ്രിട്ടാസാണ് അതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിലൊക്കെ അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദിയിൽ ആളുകളെ വിളിക്കുന്നതനുസരിച്ച്, പ്രസംഗമൊക്കെ അനുസരിച്ചാണ് ആളുകൾ വന്ന് പ്രസംഗിച്ച് മടങ്ങിയത്. അങ്ങനെ ആവേശകരമായി വിജയകരമായ ഒരു സമരമായി ഇത് മാറുകയും രാഷ്ട്രീയ ഭൂമികയിൽ ഡൽഹിയിൽ അതൊരു പുതിയ നയത്തിൻ്റെ ചരിത്രത്തിന് തുടക്കമായി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ആത്യന്തിക വിജയം.